ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കലത്തപ്പമാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് കുക്കറിലാണ് കലത്തപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പെർഫെക്റ്റായിട്ട് നല്ല ആരൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കലത്തപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെക്കുക കേട്ടോ. കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് പാവാക്കി എടുക്കണം. പിന്നെ വേണ്ടത് 1 കപ്പ് പച്ചരിയാണ്. പച്ചരി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം കേട്ടോ. ഇതിന് ശേഷം വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ, എങ്കിലാണ് നമ്മുടെ കലത്തപ്പം നല്ല പെർഫെക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് അധികം ആവരുത്, 2 വലിയ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2-3 ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വലിയ ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കൂടുതൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണ്ട, ഒരു 1/4 കപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കണം. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പാവാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതേ ചൂടിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, എങ്കിലാണ് നമുക്ക് നല്ല ആര് പോലെയുള്ള കലത്തപ്പം കിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതും നല്ല തീയിൽ നല്ല ചൂടിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം, സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളിയാണ് വേണ്ടത്. ഞാനിപ്പോൾ സവോളയാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി അതാണ് നല്ലത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് നെയ്യ് കുറവുണ്ട് തോന്നുന്നു, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടിയും നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചെറിയുള്ളിയുടെ ടേസ്റ്റ് നന്നായിട്ട് നിൽക്കണം കേട്ടോ ഈ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കുറച്ചധികം തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം വറുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും ചേർക്കാം. ഞാനിവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കുക്കർ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ചൂടാകാൻ വെക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാവണം കേട്ടോ കുക്കർ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിതൊന്ന് അടച്ച് വെക്കുക. വിസിലിടരുത് കേട്ടോ, നമ്മൾ മറ്റേ വെയിറ്റ് മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ് വേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കത്തിയുടെ മുകളിലൊന്നും പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. 10 മിനിറ്റ് വേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ അത് റെഡിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് മുറിച്ചാലോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കലത്തപ്പം. അപ്പോൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഇതേപോലത്തെ ഒരു കലത്തപ്പം കിട്ടും. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ മധുരം പാകമായിട്ടുള്ള മധുരമാണ് കേട്ടോ ഇതിനുള്ളത്. മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ഇതിന് കുറച്ചും കൂടിയും കൂട്ടിയെടുത്താൽ മതി. കണ്ടോ, നന്നായിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇനി ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.